ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കഥയുമായിട്ടാണ്. എൻ്റെ പേര് മനു. എറണാകുളം ജില്ലയിലെ ചൂർണിക്കരയിലാണ് എൻ്റെ വീട്. അച്ഛനും അമ്മയ്ക്കും കൂടിയുള്ള ഒറ്റ മകനാണ് ഞാൻ. അച്ഛൻ റിയാദിലാണ്. ഞാനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. എൻ്റെ അമ്മയുടെ പേര് ബിന്ദുജ. ബിന്ദു എന്നാണ് വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്നത് ബിന്ദൂട്ടി എന്നാണ്. അമ്മ ഒരു പ്രൈവറ്റ് ബാങ്കിൽ അക്കൗണ്ടൻ്റാണ്. അമ്മയ്ക്ക് 44 വയസ്സ് പ്രായമുണ്ട്. ഉടനെ 45 ആകും. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ കാണാൻ അതിസുന്ദരിയാണ്. അമ്മയെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ സിനിമാ നടി മീനയുടെ ഒരു രൂപസാദൃശ്യമുണ്ട്. എങ്കിലും മീനയേക്കാൾ നല്ല സുന്ദരിയാണ് എൻ്റെ അമ്മ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. 5.5 അടിയോളം ഉയരം, നല്ല വെളുത്ത നിറം, പനങ്കുല പോലത്തെ മുടി, വിടർന്ന കണ്ണുകൾ. ബിന്ദുട്ടിയുടെ കണ്ണുകളിൽ എന്തോ കാവ്യോന്മാദ ലഹരി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തോന്നും. ബിന്ദുട്ടിയുടെ ചുണ്ടുകൾക്ക് ഇളം ചുവപ്പ് നിറമാണ്. നീണ്ട മൂക്കും ആ ചുവന്ന തൊടുത്ത കവിളുകളും ബിന്ദുട്ടിയെ കൂടുതൽ സുന്ദരിയാക്കും. ബിന്ദുട്ടിയുടെ സാരി ഉടുത്തു പോകുമ്പോൾ പിൻഭാഗം ആടി ഉലയുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തമാണ്. പാൽക്കാരൻ നാണുവേട്ടനും മീൻ വിൽക്കാൻ വരുന്ന സുഗതൻ ചേട്ടനും അമ്മയെ നോക്കി വെള്ളമിറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ തിരികെ വരുന്നത് വരെ ഞാൻ ഒറ്റയ്ക്കാണ്. അമ്മ വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോൾ വിയർത്ത് ബ്ലൗസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഞാനിപ്പോൾ ബിടെക് പഠനം പൂർത്തിയാക്കി റിസൾട്ട് കാത്തിരിക്കുകയാണ്. ഇടയ്ക്ക് അമ്മയെ ഓഫീസിൽ കൊണ്ടുവിടുന്നത് ഞാനാണ്. ചിലപ്പോഴൊക്കെ വിളിച്ചു കൊണ്ടുവരികയും ചെയ്യും. അച്ഛൻ വാങ്ങിത്തന്ന ബുള്ളറ്റാണ് എൻ്റെ പടക്കുതിര. അമ്മ, ഞാൻ, അമ്മയുടെ കൂട്ടുകാരിയും ഞങ്ങളുടെ അയൽക്കാരിയുമായ ലേഖ ചേച്ചിയുടെ മകനും എൻ്റെ ചങ്ക് നൻപനുമായ അരുൺ, അമ്മയുടെ ഓഫീസിലെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ നീരജാൻഡിയുടെ മകളായ നിമിഷ എന്നിവരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അരുൺ എന്നേക്കാൾ 2 വയസ്സ് മൂത്തതാണ്. അരുണിൻ്റെ അച്ഛൻ ഷാർജയിലാണ്. അവനൊരു ചേട്ടനുണ്ട്, പേര് വരുൺ. വരുണേട്ടൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ ഷാർജയിൽ ജോലി ചെയ്യുന്നു. അരുണും ലേഖേച്ചിയും അരുണിൻ്റെ അപ്പൂപ്പനും അമ്മുമ്മയുമാണ് അവരുടെ വീട്ടിലുള്ളത്. പതിവ് പോലെ അമ്മ ഓഫീസിൽ പോയി. ഞാൻ വീട്ടിൽ തനിച്ചാണ്. അരുണാണെങ്കിൽ 2 ദിവസമായിട്ട് സ്ഥലത്തില്ല. ഏതോ കമ്പനിയുടെ ഇൻ്റർവ്യൂവിനാണെന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയിരിക്കുകയാണ്. ബോറടിച്ചിരുന്ന ഞാൻ പതിയെ വീടിൻ്റെ മുകളിലേക്ക് പോയി മച്ചിൻ്റെ അകത്തോട്ട് കയറി. പഴയ സാധന സാമഗ്രികൾ പൊടി പിടിച്ച് കിടക്കുന്നു. അതിലെൻ്റെ കുറച്ച് കൊച്ചു പുസ്തകങ്ങൾ കിടപ്പുണ്ട്. അതൊക്കെ വായിച്ച് കുട്ടിനെ ചീറ്റിച്ചതിന് കയ്യും കണക്കുമില്ല. കൂട്ടത്തിൽ എനിക്ക് പണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം മാറാല പിടിച്ച് കിടക്കുന്നു. അവനെ ഞാനിങ്ങെടുത്ത് പൊടിയൊക്കെ തുടച്ചു. താളുകൾ ഓരോന്നായി മറിച്ചു. 1 കൊല്ലം മുമ്പുള്ള ഫ്ലാഷ് ബാക്കിലേക്ക് പോയി. ആ പുസ്തകത്തിൽ ഒരു സൂപ്പർ കഥയുണ്ടായിരുന്നു. അമ്മയും മകനും തമ്മിലുള്ള കഥ. അതെഴുതിയവൻ ഒരു കുതിരപ്പവൻ കൊടുക്കണം. അത്രയ്ക്കും പൊളി കഥയായിരുന്നു. അതിൽ ചിത്രങ്ങളടക്കമാണ് കഥ വിവരിച്ചിരിക്കുന്നത്. കഥയുടെ ഒരു 1/4 ഭാഗമായപ്പോൾ അമ്മയുടെ ഒരു വിളി, "മനുക്കുട്ടാ, ഓടി വാ, കുളിമുറിയിൽ നിന്നാണ്." "എന്താ ബിന്ദൂട്ടി?" "ബിന്ദു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം വരുന്നില്ല. നീ ആ മോട്ടറൊന്നിട്ടേ." അപ്പോഴാണ് കറണ്ടില്ലെന്നുള്ള കാര്യം ഓർമ്മ വന്നത്. വേറൊരു കാര്യം മറന്നുപോയത്, മെയിൻ്റനൻസ് നടക്കുന്നത് കൊണ്ട് KCB ലൈൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. 4 മണിയെങ്കിലും ആകും കറണ്ട് വരാൻ. ഷോ, ബിന്ദു അകത്തു നിന്ന് നെടുവീർപ്പിട്ടു. "നീ ആ കിണറിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവാ, ഞാനിവിടെ മുഖത്ത് സോപ്പ് തേച്ച് നിൽക്കുക." ഞാൻ കിണറ്റിൽ നിന്ന് ഓരോ ബക്കറ്റിലായി വെള്ളം കൊണ്ട് അകത്തേക്ക് വന്നു. കുളിമുറിയുടെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ഇൻവെർട്ടർ കണക്ട് ചെയ്തേക്കുന്നത് കൊണ്ട് ട്യൂബ് കത്തി കിടപ്പുണ്ട്.
അകത്ത് ചെന്നപ്പോൾ ബിന്ദുവിൻ്റെ ആ നിൽപ്പ് കണ്ട് മനുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഒരു നേരിയ തുടുത്ത് ഈറനണിഞ്ഞു നിൽക്കുകയാണ്. പനങ്കുല പോലെയുള്ള മുടികൾ നനഞ്ഞ് അതിൽ നിന്നുള്ള വെള്ളത്തുള്ളികൾ താഴേക്കിറ്റു വീഴുന്നു. നേരിയത് നനഞ്ഞിരിക്കുന്നത് കൊണ്ട് അല്പം ട്രാൻസ്പെറൻ്റ് ആണ്. കാൽപാദങ്ങൾ തൊട്ട് കാൽമുട്ടുകളുടെ മുകൾ ഭാഗം വരെ വെള്ളത്തുള്ളികളുടെ ഈർപ്പം ഏറ്റുവാങ്ങി തിളങ്ങി നിൽക്കുന്നു. മുഖത്ത് സോപ്പ് തേച്ചേക്കുന്നത് കൊണ്ട് ബിന്ദു കണ്ണടച്ച് നിൽക്കുകയാണ്. അല്പം വെള്ളമെടുത്ത് മുഖം കഴുകിയ ശേഷം ബിന്ദു പറഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളം കൂടെ വേണം. നീ നിറച്ചു കൊണ്ടുവന്നിട്ട് പുറത്ത് വെച്ചാൽ മതി. ഞാൻ അതുപോലെ ചെയ്തു. തിരികെ വന്ന് ഞാൻ വായന തുടർന്നെങ്കിലും നേരത്തെ കണ്ട കാഴ്ച എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. കുട്ടൻ മാഷ് അടിയിൽ കിടന്ന് ബഹളം വയ്ക്കുന്നു. പുസ്തക വായന നിർത്തി പുറത്തേക്ക് എൻ്റെ പടക്കുതിരയും എടുത്തുകൊണ്ടിറങ്ങി ടൗണിലൂടെ 2 റൗണ്ട് റൈഡ് നടത്തി. മൈൻഡ് ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഒളിച്ചിരുന്ന് പുകവലിക്കുന്ന പറമ്പിലെത്തി ഒരു പുക വിട്ടതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തി. ബിന്ദൂട്ടി കുളിയൊക്കെ കഴിഞ്ഞ് മാക്സി അണിഞ്ഞ് നിൽക്കുകയാണ്. ബിന്ദൂട്ടിയുടെ ഒരു കടും നീല നിറത്തിലുള്ള മാക്സി ഉണ്ട്. അതിട്ടാണ് നിൽപ്പ്. എന്തിട്ടാലും ബിന്ദൂട്ടി ലുക്കാണ്. പക്ഷേ ഇതിലൊരു 1.5 പൊളി ലുക്കാണ്. ഈ മാക്സി ലേഖേച്ചി തുന്നിക്കൊടുത്തതാണ്. ലേഖേച്ചിക്ക് തയ്യലുണ്ട്. വേറെയും ചില സൈഡ് ബിസിനസ് ഉണ്ട്. ഞങ്ങൾ മുൻപ് ടൂറ് പോയപ്പോൾ ഈ തുണി കണ്ട അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മുറിച്ചു വാങ്ങി ഓൺലൈനിൽ കണ്ട ഒരു മോഡലിൽ ലേഖേച്ചിയെ കൊണ്ട് തുന്നിച്ചതാണ്. അമ്മയെ ആ തുണിയിൽ പൊതിഞ്ഞ് നിർത്തി തുന്നിയതുപോലെയാണ് ലേഖേച്ചി അത് തുന്നിക്കൊടുത്തേക്കുന്നത്. ഒരനുഗ്രഹീത തയ്യൽക്കാരിയാണ് ലേഖേച്ചി. മൈൻഡ് ചേഞ്ചാക്കി വന്ന എന്നെ വീണ്ടും മൂടാക്കിക്കൊണ്ടാണ് ബിന്ദൂട്ടിയുടെ ആ ഇരിപ്പ്. അടുത്തൂടെ പോയപ്പോൾ സോപ്പിൻ്റെയും എണ്ണയുടെയും വാസന എന്നെ കൂടുതൽ മത്ത് പിടിപ്പിച്ചു. ഞാൻ പോയി കൊച്ചു പുസ്തകം എടുത്ത് ബാക്കി വായന തുടങ്ങി. കഥയിലെ കഥാപാത്രം സുനിതയും സുനിതയുടെ മകൻ അനന്തുവും തമ്മിലുള്ള കാര്യങ്ങളാണ് കഥയിൽ. വായനയും ദൃശ്യാനുഭവങ്ങളും കൂടിയായപ്പോൾ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കുട്ടൻ്റെ കഴുത്ത് ഞെരിച്ച് വെള്ളം തുപ്പിച്ച് ഞാൻ മാറിക്കിടന്നുറങ്ങി. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങളിൽ ഞാൻ അനന്തുവായും അമ്മയെ സുനിതയായി സങ്കല്പിച്ചും കൊണ്ട് നടന്നു. രാവിലെയും വൈകിട്ടും കൈകൾക്ക് അഭ്യാസം വേണ്ടി വന്നു. വീട്ടിലാകെ 3 മുറികളുണ്ട്. താഴെ 2 റൂമും മുകളിൽ ഒരു ബെഡ്റൂമും. താഴെയുള്ള മുറിയിലാണ് അമ്മ ഉറങ്ങുന്നത്. ഞാൻ മുകളിലെ ബെഡ്റൂമിലും. അന്ന് തുടർച്ചയായ ദിവസങ്ങളിലുള്ള കടുത്ത മഴപ്പെയ്ത്തിൽ ആലുവ പുഴ കരകവിഞ്ഞൊഴുകിയിരുന്നു. ആദ്യമായി ഞങ്ങളുടെ വീടുകളുടെ ഭാഗത്തൊക്കെ വെള്ളം കയറി. എൻ്റെ വീടിൻ്റെ താഴത്തെ നിലയിലൊക്കെ വെള്ളം കയറി. അരുണിൻ്റെ വീട്ടിലും അതായിരുന്നു അവസ്ഥ. ടൗണിലുള്ള സ്കൂളുകളിൽ ക്യാമ്പ് തുറന്നു. ഞങ്ങൾ വീട് വിട്ട് ക്യാമ്പിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. പരിസര പ്രദേശങ്ങളിലുള്ള കുറേ ആളുകൾ ക്യാമ്പിലേക്ക് മാറിയിരുന്നു. എൻ്റെ വീടിൻ്റെ താഴത്തെ നിലയിൽ മുട്ടറ്റം വെള്ളം പൊങ്ങി. ആവശ്യ സാധനങ്ങൾ മുകളിലെ വലിയ ഹാളിൽ നിറച്ച് ഞാനും എൻ്റെ അമ്മയും വീടിൻ്റെ മുകളിലെ നിലയിൽ ഒതുങ്ങിക്കൂടി. അരുണിൻ്റെ വീട്ടിലും അതേ അവസ്ഥ. പക്ഷേ ആ സമയത്ത് അവൻ വീട്ടിലില്ലായിരുന്നു. അവനേതോ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങളെപ്പോലെ ലേഖേച്ചിയും അരുണിൻ്റെ അപ്പൂപ്പനും അമ്മയും മുകളിലത്തെ നിലയിൽ താൽക്കാലിക താമസം തുടങ്ങി. അന്ന് ബിന്ദൂട്ടിയും ഞാനും എൻ്റെ റൂമിലാണ് കിടന്നുറങ്ങിയത്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിലേക്ക് അനന്തു എത്തി. തൊട്ടപ്പുറത്ത് കിടക്കുന്നത് സുനിതയും. വായിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തി. എൻ്റെ കൂടെ ബിന്ദൂട്ടി ഉറങ്ങാൻ കിടക്കുന്നു. മൊബൈലിൽ പാട്ട് കേൾക്കുകയാണ്. എന്നെയും കൂടെ പാട്ട് കേൾപ്പിക്കെൻ്റെ ബിന്ദൂട്ടി എന്ന് പറഞ്ഞ് ഞാൻ ഹെഡ്സെറ്റ് വലത്തേത് ചെവിയിലാക്കി. മമ്മൂക്കയുടെ ജാക്ക്പോട്ട് സിനിമയിലെ പാട്ടാണ്. താഴ്വാരം മൺപൂവി എന്ന് തുടങ്ങുന്ന ഗാനം. ആഹാ, സിറ്റുവേഷന് പറ്റിയ പാട്ട്. ഞാൻ ഓർത്തുള്ളിൽ ചിരിച്ചു. ഒരേ ലെവലിൽ ചാരിയിരുന്ന് ഞങ്ങൾ പാട്ട് കേൾക്കുന്നത് കൊണ്ട് താഴ്വാരങ്ങൾ കാണാനും പറ്റുന്നുണ്ട്. പാട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. നല്ല ഫീൽ തരുന്ന പാട്ടാണ്. ചില വരികൾ എത്തുമ്പോൾ അമ്മയും കൂടെ പാടാൻ തുടങ്ങി.
അയ്യോ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. എൻ്റെ അമ്മ നന്നായി പാടും. ഞാനും പാട്ടിനൊരു കമ്പനി കൊടുത്തു. അമ്പട മനുക്കുട്ടാ, നീ ഇത്രയും ഭംഗിയായി പാടുമായിരുന്നോ? സംഗതികൾ കുറച്ചൊക്കെ ശരിയാകാനുണ്ട്. ആണോടി കള്ളിക്കൊച്ചേ എന്ന് പറഞ്ഞ് ഞാൻ കിട്ടിയ അവസരത്തിൽ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എൻ്റെ നെറ്റി കൊണ്ട് ബിന്ദുട്ടിയുടെ നെറ്റിയിൽ ചെറുതായി ഒന്നിടിച്ചു. ഓ, ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, വെറുതെ വേദന അഭിനയിച്ചു. അമ്മ വക ഒരു ഷോ. പിന്നീട് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. കിടക്കുമ്പോഴും അമ്മ താഴ്വാരം പാടിക്കൊണ്ടിരിക്കുകയാണ്. ചെരിഞ്ഞു കിടന്നാണ് പാട്ട്. കമിഴ്ത്തി വെച്ച 2 കുടങ്ങൾ പിന്നിലേക്ക് തള്ളി നിൽക്കുന്നു. ഞാൻ പുറകിലൂടെ കെട്ടിപ്പിടിച്ച് വീണ്ടും കൂടെ പാടാൻ തുടങ്ങി. വീണ്ടും എൻ്റെ ഉള്ളിൽ അനന്തു തലപൊക്കി. സുനിത അപ്പുറത്ത് കിടന്ന് പാടുന്നു. ബിന്ദുട്ടിയെ കെട്ടിപ്പിടിച്ച് ഞാൻ അങ്ങനെ ഉറങ്ങി. പിറ്റേന്ന് ഉറക്കമെണീറ്റ് നോക്കിയപ്പോൾ വെള്ളം വീണ് നനഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ കയറിയ വെള്ളം വലിഞ്ഞു തുടങ്ങി. 3 ദിവസങ്ങൾ അമ്മയും ഞാനും ഒരുമിച്ചാണ് ഉറങ്ങിയത്. പാട്ട് കച്ചേരിയും കെട്ടിപ്പിടുത്തവും ഒക്കെയായി നല്ല രസമായിരുന്നു. താഴത്തെ നിലയിലെ വെള്ളം പൂർണ്ണമായി വറ്റിയപ്പോൾ ഞങ്ങൾ വീടെല്ലാം വൃത്തിയാക്കി എല്ലാം പഴയ പോലെയാക്കി. വെള്ളം കയറി വീട്ടിലെ കുറച്ച് സാധനങ്ങൾ നശിച്ചു പോയിരുന്നു. അതിലേക്കാളും എൻ്റെ സങ്കടം പഴയതുപോലെ ബിന്ദുട്ടി വീണ്ടും താഴത്തെ മുറിയിലും ഞാൻ ഇനി മുകളിലെ മുറിയിലും ഉറങ്ങണമല്ലോ. ഈ 3 ദിവസങ്ങളിൽ എന്ത് രസമായിരുന്നു. അമ്മയോട് പറയാം, നമുക്കിനി അങ്ങോട്ട് ഒരുമിച്ച് കിടക്കാം, പരസ്പരം പാട്ടൊക്കെ പാടി രസിച്ചിരിക്കാം. അത് പറയാൻ വേണ്ടി ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ ദേ അച്ഛനുമായി ഫോൺ കോളിലാണ്. മനുക്കുട്ട, ഒരു ഹാപ്പി ന്യൂസ്, അച്ഛൻ വരുന്നുവെന്ന്. എപ്പോ? ദേ ഇന്ന് തന്നെ. എല്ലാം സർപ്രൈസാക്കി വെച്ചേക്കുമായിരുന്നു. എയർപോർട്ടിലുണ്ട്. എനിക്ക് അച്ഛൻ വരുന്നതിൻ്റെ സന്തോഷവും വേറെ കാര്യമോർത്തുള്ള സങ്കടവുമായിരുന്നു. അന്ന് വൈകുന്നേരത്തോടെ അച്ഛൻ വന്നു. 6 മാസത്തോളം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ടൂറ് പോകലും എല്ലാമായി അടിച്ചു പൊളിച്ചു. അമ്മയ്ക്ക് വേണ്ടതെല്ലാം ഈ 6 മാസത്തിൽ അച്ഛൻ തീർച്ചയായും കൊടുത്തിട്ടുണ്ടാവണം. അച്ഛൻ ഇനി പോകാൻ പോകുന്നത് പുതിയ സ്ഥലത്തേക്കാണ്. അതിനുള്ള പേപ്പറൊക്കെ ശരിയാക്കാൻ കൂടിയാണ് വന്നത്. അച്ഛൻ ലീവ് കഴിഞ്ഞ് തിരിച്ചുപോയി. വീണ്ടും ഞങ്ങൾ 2 പേരും മാത്രമായി വീട്ടിൽ. പക്ഷേ ഞാനന്ന് ഫൈനൽ ഇയർ ആയിരുന്നു. പോരാത്തതിന് കുറച്ച് സപ്ലികളുമുണ്ട്. പിന്നീടുള്ള 6 മാസം ഞാൻ പഠിത്തത്തിൻ്റെ തിരക്കിലായിരുന്നു. ഭാഗ്യത്തിന് സപ്ലികളൊക്കെ ക്ലിയർ ചെയ്തു. അന്ന് അച്ഛൻ ലീവിന് വന്നില്ലായിരുന്നുവെങ്കിൽ ആ ഒരു ഫ്ലോയിൽ എന്തെങ്കിലുമൊക്കെ നടന്നു പോയേനെ. അല്പം നിരാശയോടെ മനു ഓർത്തു. മനുവിനെ പഴയ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിക്കൊണ്ട് മൊബൈൽ ഫോൺ റിങ് ചെയ്തു. അരുണാണ്. മനു: ഡാ മൈത്താണ്ടി, നീ കൊൽക്കത്തയിലോ ഡൽഹിയിലോട്ടോ എങ്ങാണ്ട് ഇൻ്റർവ്യൂവിന് പോയെന്ന് ലേഖേച്ചി പറഞ്ഞല്ലോ. നീ എന്താ പറയാതെ പോയത്? ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിച്ച് പണ്ടാരമടങ്ങി. പറഞ്ഞിരുന്നേൽ ഞാനും നിൻ്റെ കൂടെ വന്നേനെ. അപ്പോൾ അരുൺ: കൊൽക്കത്ത കോപ്പ്, ഞാൻ ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ. ഡാ, മറ്റേ സാധനം വളഞ്ഞടാ. ഞാൻ അവളുമായിട്ടൊരു കറക്കത്തിന് പോയതാ. എടാ ഭീകരാ, നീ ഇത്ര പെട്ടെന്ന് അവളെ സെറ്റാക്കിയ? നിൻ്റെ ഒരു ഭാഗ്യം. അരുൺ: ഡാ, ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാ. അവൾ വാഷ്റൂമിലാ. ഞാൻ നാളെ മിക്കവാറും വരും. ഓക്കേടാ, ബൈ. അരുൺ കോൾ കട്ട് ചെയ്തു. അരുൺ സെറ്റാക്കിയ ആ പെണ്ണാരെന്നല്ലേ? മനുവിൻ്റെ അമ്മയുടെ ഓഫീസിലെ ഫ്രണ്ട് നീരജയുടെ മകൾ നിമിഷയെ. മനുവിന് അല്പം സങ്കടം തോന്നി. നിരാശയുടെ ഫ്ലാഷ് ബാക്കിൽ നിന്ന് തന്നെ അരുൺ വിളിച്ച് കൂടുതൽ സങ്കടപ്പെടുത്തി. നിമിഷ കോളേജിൽ അരുണിൻ്റെ ജൂനിയറാണ്. നല്ല വെളുത്ത നിറമുള്ള ഒരു ഉഗ്രൻ ഐറ്റമാണ് നിമിഷ. പ്രായത്തിൽ കവിഞ്ഞ ശരീരഘടനയാണ് അവൾക്ക്. എല്ലാം ആവശ്യത്തിലധികം ദൈവം അവൾക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അവളുടെ അമ്മ നീരജ് ആൻറ്റി അതിലും അടിപൊളി സാധനമാണ്. നേഹ സക്സേന ഇല്ലേ, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിൽ ജൂലിയായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് വരുന്ന ആ നടി, ഏതാണ്ട് അതുപോലെ ഇരിക്കും. ഡ്രസ്സിങ് ഒക്കെ ഒരു രക്ഷയുമില്ല.
ബിന്ദൂട്ടി കഴിഞ്ഞാൽ എന്നെ ഏറ്റവും മോഹിപ്പിക്കുന്ന മറ്റൊരു സൗന്ദര്യ റാണി ആണ് നീരജ ആൻറ്റി. അമ്മയുടെ കൂട്ടുകാരിയുടെ മോളായതുകൊണ്ടാണ് ഞാൻ നിമിഷയെ വളയ്ക്കാതിരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയേനെ. കഴിഞ്ഞ തവണ നീരജ ആൻറ്റിയും നിമിഷയും കൂടെ വീട്ടിൽ വന്നപ്പോൾ അരുൺ അവളെ നോട്ടമിട്ടതാണ്. അവർ വന്നപ്പോൾ അവൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവനിത് ദിവ്യപ്രേമമൊന്നും ആവാൻ വഴിയില്ല. വേറെയും സെറ്റപ്പൊക്കെ അവനുണ്ട്. അവനെല്ലാം നടക്കുന്നുണ്ട്. എനിക്ക് മാത്രം ഒന്നുമില്ല. നല്ല ക്ഷീണം. താഴെ പോയി ഒന്ന് ഇത്തിരി നേരം കിടക്കാം. TV ഓൺ ചെയ്തപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് സിനിമ. ജയസൂര്യ അഭിനയിച്ച അബ്ദുവിൻ്റെ ക്യാരക്ടർ സങ്കടത്തോടെ മറ്റേ കിളവനോട് പറയുന്ന രംഗം. ഷിബുചേട്ടനും പാർലറിലെ സാറിനും എല്ലാവർക്കും എല്ലാം നടക്കുന്നുണ്ട്. എനിക്ക് മാത്രമൊന്നുമില്ല. അപ്പോൾ മറ്റേ കിളവൻ്റെ ക്യാരക്ടറിൻ്റെ മറുപടി, വലിയ ബുദ്ധിമുട്ടല്ലയോടാ. ഞാൻ അവിടെ ഇരുന്ന് ആത്മകഥ മുറിവിട്ടു. നിനക്ക് മാത്രമല്ലടാ അബ്ദു, എനിക്കും വലിയ കഷ്ടപ്പാടാ. ഈ സിനിമ ഈ മൂഡിൽ കണ്ടാൽ ശരിയാവില്ല. ചാനൽ മാറ്റി വെച്ചപ്പോൾ ആഹാ, എൻ്റെ ഫേവറേറ്റ് സിനിമകളിലൊന്നായ നരൻ ലാലേട്ടൻ്റെ സിനിമ തുടങ്ങുന്നതേ ഉള്ളൂ. മൊബൈൽ ഫോൺ വീണ്ടും ഒച്ച വെച്ചു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് നീരജ ആൻറ്റി. മനുവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം തെളിഞ്ഞു. ഹലോ ആൻറ്റി, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പുറത്തെ തലയ്ക്കിൽ നിന്ന് നീരജ ആൻറ്റിയുടെ മധുര ശബ്ദം. മനു, ഒന്ന് നേരിൽ കാണാൻ പറ്റുമോ? ചെറിയൊരു പ്രശ്നമുണ്ട്. നീരജ ആൻറ്റിയുടെ മുൻപ് ഒരു ചെറിയ പ്രശ്നം ഞാൻ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാ. ഇത്തവണ എന്താണാവോ? മനു മനസ്സിലോർത്തു. എന്താ ആൻറ്റി? എന്താണെങ്കിലും പറഞ്ഞോ. ഫോണിൽ കൂടി പറയാൻ പറ്റില്ല മോനു, നേരിട്ട് പറയാം. അല്പം സീരിയസ് മാറ്ററാണ്. എൻ്റെ അമ്മേ, നിമിഷയും അരുണും കൂടി കറങ്ങാൻ പോയത് ആൻറ്റി പൊക്കിയോ? പണിയായോ? ആൻറ്റിയുടെ മോളെ ഞാൻ അവന് സെറ്റ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിച്ച് വിളിക്കുന്നതാണോ? മനുവിന് അല്പം ടെൻഷൻ. നീരജ ഫോണിൽ തുടർന്നു. നീ വീട്ടിലേക്ക് വന്നാൽ മതി, ഇവിടെ ആരുമില്ല. നിമിമോള് എന്തോ പ്രൊജക്റ്റിൻ്റെ കാര്യത്തിന് പോയേക്കുക. രാത്രിയാകും ചിലപ്പോൾ വരുമ്പോൾ. മനുവിന് ആശ്വാസമായി. സംഗതി അതല്ല, വേറെ എന്താവും പ്രശ്നം? ആൻറ്റി, ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന താമസമേ ഉള്ളൂ. ഇപ്പോൾ എത്തിയേക്കാം. ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഈ കഥയുടെ അടുത്ത ഭാഗം സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വിത്ത് ലവ്, അലീന.